عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. പ്രിയമുള്ള സഹോദരന്മാരെ, കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ സൂചിപ്പിച്ചത് ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. മറ്റു നാടുകളിലുള്ള കുടുംബാംഗങ്ങളിലേക്ക് ഫിത്ർ സക്കാത്തിന്റെ വിഹിതം കൊടുത്തയക്കാൻ പറ്റുമോ? ഇവിടെ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, സമ്പത്തുമായി ബന്ധപ്പെട്ട സക്കാത്ത് കൊടുക്കുമ്പോൾ സമ്പത്ത് ഏത് നാട്ടിലാണോ ഉള്ളത് ആ നാട്ടിലാണ് അത് വിതരണം ചെയ്യേണ്ടത്. അതുപോലെ ശരീരവുമായി ബന്ധപ്പെട്ട സക്കാത്ത് ആയതുകൊണ്ട് ശരീരം ഏത് നാട്ടിലാണോ ഉള്ളത് ആ നാട്ടിലാണ് അതിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടത്. ഈ പറഞ്ഞതിൻ്റെ താല്പര്യം, ഫിത്ർ സക്കാത്ത് ആ നാടിൽ നിന്ന് മറ്റു നാടുകളിലേക്ക് കൊടുത്തയക്കുന്നത് അനുവദനീയമല്ല എന്നതാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. അതേസമയം ഒരാൾ നിൽക്കുന്ന നാട്ടിൽ അവകാശികൾ തീരെ ഇല്ലാതിരിക്കുകയോ അർഹരായ ആളുകളെ എത്തിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ മറ്റു നാടുകളിലേക്ക് കൊടുത്തയക്കാമെന്നും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ നിൽക്കുന്ന നാടുകളിലേക്ക് മറ്റു നാടുകളിൽ നിന്നുള്ള ഫക്കീറായ ആളുകൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ കടന്നു വരികയും അവർ ഫക്കീർ, മിസ്കീന് എന്ന പരിഗണനയിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങോട്ട് കടന്നു വന്ന് അപ്പൊ ഈ നാട്ടിലുള്ള ഫക്കീറുകളായി അവരെയും പരിഗണിച്ച് അവർക്കും സക്കാത്ത് നൽകാമെന്നും ചില പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വിദേശത്ത് പഠിക്കുന്ന മക്കളുടെയോ അതല്ലെങ്കിൽ ജോലി ചെയ്യുന്ന മക്കളുടെയോ ഒക്കെ സക്കാത്ത് നമ്മൾ ഇവിടെ കൊടുത്ത് വീട്ടുന്നതിൽ അർത്ഥമില്ല. അതേസമയം അവരുടെ സക്കാത്ത് അവർ അവിടെയാണ് കൊടുക്കേണ്ടത്. നമ്മുടെ സക്കാത്ത് നമ്മൾ ഈ നാട്ടിലുമാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഏതെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലോ മറ്റോ ഒക്കെയാണ് പഠിക്കുകയോ അല്ലെങ്കിൽ അവകാശികൾ തീരെ ഇല്ലാതിരിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവർക്ക് എൻ്റെ സക്കാത്ത് കൊടുക്കണമെന്ന രൂപത്തിൽ കുടുംബാംഗങ്ങളെ വക്കാലത്ത് ഏൽപ്പിച്ചുകൊണ്ട് അവരുടെ സക്കാത്ത് ഈ നാട്ടിൽ വിതരണം ചെയ്യാവുന്നതുമാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നലെയും മിനിയാന്നുമൊക്കെയായി പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം, ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ പേരിൽ ഒരു സ്വാഹ് വീതമാണ് നമ്മൾ നൽകേണ്ടത്. ഏകദേശം 2700 മുതൽ 3 കിലോയുടെ ഉള്ളിലായി വരുന്ന വിധത്തിൽ എടുത്തുകൊണ്ടാണ് വിതരണം ചെയ്യേണ്ടത്. ഫക്കീർ, മിസ്കീന് എന്നീ ഇനത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് വിതരണം ചെയ്യാൻ പാടുള്ളൂ എന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഇനി വിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയം കൂടെ സൂചിപ്പിക്കുകയാണ്. നമ്മളൊക്കെ ധാരാളം ഖുർആൻ ഓതുന്നവരാണ്. ആ ഖുർആൻ ഫാത്തിഹ മുതൽ സൂറത്തുന്നാസ് വരെ ഓതുന്ന ഖത്മ് ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കുകയാണ്. സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുന്നാസ് വരെ ഖുർആൻ ഓതാൻ ഭാഗ്യം ലഭിക്കുക എന്നത് വലിയൊരു സൗഭാഗ്യമാണ്. അങ്ങനെ ഖുർആൻ ഖത്മ് ചെയ്യുമ്പോൾ 2-3 അദബുകൾ പാലിക്കണമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ടതാണ്, വിശുദ്ധ ഖുർആന്റെ ഖത്മ് നടക്കുമ്പോൾ ഖത്മ് കഴിഞ്ഞതിന് ശേഷം സ്വന്തമായിട്ട് തന്നെ എന്തെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് പ്രത്യേകം ദുആ ചെയ്യുക എന്നത് വലിയ സുന്നത്താണ്. മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്, വിശുദ്ധ ഖുർആനിന്റെ പാരായണം കഴിഞ്ഞതിന് ശേഷമുള്ള ദുആക്ക് വലിയ ഇജാബത്തുണ്ടെന്ന് ഹദീസുകളിലൂടെയും അതുപോലെ പണ്ഡിതന്മാരുടെ വാക്യങ്ങളിലൂടെയും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. രണ്ടാമതായി ഖത്മ് തീർക്കുമ്പോൾ, ഒരു ഖത്മിൽ നിന്ന് വിരമിക്കുമ്പോൾ ആ ഖത്മ് വിരമിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ മറ്റൊരു ഖത്മ് തുടങ്ങൽ അത് സുന്നത്താണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. യുസന്നു ഇദാ ഫറഗ മിനൽ ഖത്മത്തി അൻ യശ്റഅ ഫീ ഉഖറ അഖിബൽ ഖത്ം. ഖത്മ് കഴിഞ്ഞ ഉടനെ തന്നെ മറ്റൊരു ഖത്മ് ആരംഭിച്ചതിന് ശേഷമാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അൽ ഹാലുൽ മുർതഹിൻ.
അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം എന്ന് പറയുന്നത് അത് ഹാലുൽ മുഅ്തഖിലാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയെ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഐ കുല്ലമൻ ദഹാ മിൻ ഖത്മത്തിൻ ശറഅ ഫീ ഉഖറ. ഒരാൾ ഖത്മിൽ നിന്ന് അവസാനിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ മറ്റൊരു ഖത്മ കൂടെ ആരംഭിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ വിശുദ്ധ റമദാനിലൊക്കെ നമ്മളൊക്കെ ഒരുപാട് ഖുർആൻ ഓതി പരിസമാപ്തിയിലേക്ക് അടുത്തവരുണ്ടാവും, അതല്ലെങ്കിൽ കഴിഞ്ഞവരുണ്ടാവും. റമദാനിലാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഖത്മ കഴിയുമ്പോൾ അത് സൂറത്തുൻ നാസ് എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ വീണ്ടും ഒരു ഫാത്തിഹ ഓതി മറ്റൊരു ഖത്മ തുടക്കം കുറിക്കുന്നത് വലിയ മഹത്വമാണ്. അതുപോലെ മൂന്നാമത്തൊരു പരിഗണിക്കേണ്ട അദബാണ് വിശുദ്ധ ഖുർആനിന്റെ അവസാന സൂറത്തുകൾ എത്തുമ്പോൾ വദ്ദുഹ സൂറത്ത് മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള ഓരോ സൂറത്ത് ഓതുമ്പോഴും അതിനിടയിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരത്തിൽ അല്ലാതെ ഓതുമ്പോൾ തക്ബീർ ചൊല്ലൽ സുന്നത്താണെന്ന് ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. വഅമറൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുകബ്ബിറ ഇദാ ബലഗ വദ്ദുഹ. വദ്ദുഹ സൂറത്ത് എത്തിക്കഴിഞ്ഞാൽ ഓരോ സൂറത്ത് കഴിയുമ്പോഴും പിന്നീട് അദ്ദേഹം അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലണമെന്ന് പഠിപ്പിക്കുന്നു. നാലാമത്തെ പ്രധാനപ്പെട്ട പരിഗണിക്കേണ്ട ഒരദബാണ് ഖത്മ് തീർക്കുന്നത് ഒന്നുകിൽ പ്രഭാതത്തിലാക്കാൻ ശ്രമിക്കുക, അതല്ലെങ്കിൽ പ്രദോഷത്തിൽ വൈകുന്നേരം രാത്രി തുടങ്ങുന്ന സമയങ്ങളിലാക്കാൻ ശ്രമിക്കുക. യുസ്തഹബ്ബുൽ ഖത്മു അവ്വലൽ ലൈലി ഔ അവ്വലൻ നഹാരി. ഖത്മുകൾ നടത്തേണ്ടത് ഒന്നുകിൽ രാത്രിയുടെ ആദ്യത്തിൽ അതല്ലെങ്കിൽ പകലിന്റെ ആദ്യത്തിലാക്കാൻ ശ്രമിക്കുക. കാരണം സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇദാ വാഫഖ ഖത്മൽ ഖുർആനി അവ്വലൽ ലൈൽ സ്വല്ലത്ത് അലൈഹിൽ മലായികത്തു ഇലാ അൻ യുസ്ബിഹ. ഒരാളുടെ ഖുർആൻ ഖത്മ ചെയ്യുന്നത് രാത്രിയുടെ ആദ്യത്തോട് യോജിച്ചു വന്നാൽ ആ പ്രഭാതം വരെ മലക്കുകൾ പ്രത്യേകം അവന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. വൈദാ വാഫഖ ഖത്മുഹു ആഖറൽ ലൈൽ സ്വല്ലത്ത് അലൈഹിൽ മലായികത്തു ഇലാ അൻ യംസി. അദ്ദേഹം പ്രഭാതത്തിന്റെ തുടക്കത്തിലാണ് ഖത്മ ചെയ്യുന്നതെങ്കിൽ അന്ന് വൈകുന്നേരം വരെ അവന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രധാനപ്പെട്ട 4 അദബുകൾ നമ്മളൊക്കെ ഖത്മ തീർക്കുമ്പോൾ പാലിക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം പറയുന്ന വാക്കുകളിൽ, പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ചിന്തകളിലൊക്കെ വന്നു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞ് വിവിധ മക്ബറകളിൽ കഴിയുന്നവർ, നമ്മുടെ പള്ളിക്ക് ചുറ്റും വിശ്രമിക്കുന്നവർ, എല്ലാവരിലേക്കും അള്ളാഹുവിന്റെ മിഥ്ല സവാബ് എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കച്ചവടങ്ങളിലും ഉപജീവന മാർഗങ്ങളിലൊക്കെ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധ റമദാൻ നമ്മുടെയൊക്കെ ജീവിതത്തിലെ അവസാന റമദാൻ അല്ലാതെ ഇനിയും ഒരുപാട് റമദാനുകളെ സ്വീകരിക്കാനും അതുപോലെ നോമ്പനുഷ്ഠിക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.